എത്ര നേരായി മോളെ പഠിക്കുന്നേ? ഫുഡ് കഴിച്ചിട്ട് എനിക്ക് പഠിച്ചാ മതി. വാ ഫുഡ് കഴിക്കാം. കുറച്ചും കൂടി ഉണ്ട് ഉമ്മ, അത് കഴിഞ്ഞിട്ട് വരാം ഫുഡ് കഴിക്കാൻ. എനിക്ക് ഇഷ്ടപ്പെട്ട ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, വേണ്ടിക്കല് വാ. ചെമ്മീൻ ഫ്രൈയാ? ആ എന്നാ ഞാനിത് ഇപ്പം വരുന്നു. എന്തേ ഉമ്മ? വാഷിംഗ് മെഷീനിൽ അഴക്കാനുള്ള തുണിയൊന്ന് നീ ഇടുവാ? ആ ഉമ്മ ഞാനിടാം. ആ എക്സാം എങ്ങനെയുണ്ട് ഇന്നത്തെ? ആ എക്സാം അടിപൊളിയാ, സൂപ്പറാ, ഈസിയാണ്. ആ ജസ്റ്റ് ഇനി ഒന്ന് ഹൈറാക്ക് ബാരി കൊടുക്കുക. ഞാൻ സുബൈത്താന്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് കറിവേപ്പില പൊട്ടിച്ചിട്ട് വരട്ടെ. ആ ഞാൻ വാരി കൊടുക്കുമ്മ. അന്ന് ഞാൻ ആ ടേബിൾ മേലെ എടുത്തു വെച്ചിട്ടുണ്ട്, ഇനി കൊടുക്കണേ. ഹൈറ ചോറൊന്ന്. എനിക്ക് ഇപ്പൊ വേണ്ട, എനിക്ക് ഭയം മതി. ചോറ് തിന്നാല് ഞാനൊരു കഥ പറഞ്ഞുതരും. കഥ പറഞ്ഞാ? ആ ചോറ് തിന്നാല് ഞാൻ കഥ പറഞ്ഞുതരും. നോക്കി ഞാൻ ചോറ് തിന്ന. കുറച്ചും കൂടി തിന്നണോ? പണ്ട് കണ്ടില്ലേ, ബാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി തിന്നണം. പണ്ട് പണ്ട് ഒരു വലിയൊരു കൊട്ടാരത്തില് ഒരു രാജാവുണ്ടായിരുന്നു. രാജാവാ? ആ രാജാവിന്റെ പേര് അറിയാവോ? രാജാവിന്റെ പേരെന്താ? അത് പറഞ്ഞുതരാ, അതിത് തിന്ന്. ഇങ്ങനെ ഇനി എപ്പോഴും ഉണ്ടാവണം കേട്ടാ. ഞാൻ വെള്ളം എനിക്ക് തരത്തില്ല, എനിക്ക് കിട്ടലില്ല. ഇങ്ങനെ തന്നെ ഇനി എപ്പോഴും ഉണ്ടാകണം. ആ ഉണ്ടല്ലോ ഉമ്മ. ഉമ്മ സുബൈത്ത വന്നിട്ടാ? ആ എന്താ? ആ സുബൈത്തയാ, വാ കേറി ഇരിക്ക്. ആ ഞാൻ ഇന്നലെ നിങ്ങളെ വീട്ടിൽ വന്നേനു, നിങ്ങൾ അവിടെ ഇല്ലാലേനു. ഏടിയനും പോയേ? കുറച്ച് കറിവേപ്പില പൊട്ടിക്കാൻ വേണ്ടിട്ടേനു. നിങ്ങളവിടെ ഇല്ലാത്തോണ്ട് പിന്നെ ഞാൻ പറിക്കാണ്ടിക്ക് വന്ന്. ആയിനെന്നാ അപ്പൊ എനിക്ക് കുറച്ച് പറിച്ചുവിടാനാ. അത് ഞാൻ എന്റെ കാർന്നോർ വീട്ടിൽ പോയതേനു. ഇന്ന് കൊറേ ദിവസമായില്ലേ കാണാത്തെ, അതുകൊണ്ടാ ഞാൻ ഇന്ന് വന്നേ. നീ മോളെ കുറച്ച് കഴിഞ്ഞിട്ട് അയച്ചോ, ഞാൻ കുറച്ച് കറിവേപ്പില പൊട്ടിച്ചിട്ടൊക്കെ കൊടുക്കാം. വേണ്ട, ഇനി നിങ്ങളോട് ആവശ്യമുള്ളതെന്ന് ചോദിക്കാം. ഇന്നലെ ഇക്ക കൊണ്ടുവന്നിനി. സ്കൂളെല്ലാം പൂട്ടിയില്ലേ? ആ പൂട്ടി. ചെടിന്റെ കാര്യമെല്ലാം ജെസിയാ നോക്കലല്ലേ? ഓളെപ്പോഴും ചെടിനെ തന്നെ നോക്കുന്നതാണല്ലോ. ചെടിനോട് വർത്താനം പറയുന്നെല്ലാം കാണാലോ. അതന്നെ, പൂ വന്നിനാ, പുതിയ ചെടി വളരുന്നുണ്ടാ. ഇനി എവിടെങ്കിലും ഒരു നല്ല ചെടി ഉണ്ടെങ്കിൽ അവൻ പൊട്ടിച്ചിട്ട് വന്നിട്ട് കുഴിച്ചിടും. നല്ലോണം ചെടി നോക്കൂ. അതുകൊണ്ട് എനിക്ക് നല്ലതല്ലേ. എന്റെ വീട്ടിൽ എന്റെ മോളോട് പറഞ്ഞാലൊന്നും പൊള്ളിക്കൂല, ഞാൻ തന്നെ നോക്കല്. ആ അതാ വിളി തുടങ്ങി. ഏടിയും ചെയ്യാൻ കഴിയൂല. അപ്പോഴേക്ക് വിളിക്കാൻ തുടങ്ങും ഉമ്മ ഉമ്മാന്ന്. ഓണാറ്റം വന്നിട്ടുണ്ടാവും. എന്നാ ഞാൻ പോട്ടെ. ആ നിങ്ങൾ പോയിട്ട് വാ, നാളെ കാണാം. ലൈല. ആ എന്താ? സ്കൂള് തുറക്കാനായില്ലേ, ബാഗും കൂടെ എല്ലാം വാങ്ങണ്ടേ? ആ ഓൾ ഇന്നലെ പറയുന്നുണ്ട്. എന്നാ ബാഗ് റെഡി ആയിക്കോ, നമുക്ക് ബാഗും വാങ്ങിയിട്ട് വരാം. നാളെ പിന്നെ അവിടെ തിരക്കായിരിക്കും. ജെസി ബാഗ് റെഡിയായി, ടൗണിൽ പോണോ? ഹൈറാക്കും ഡ്രസ് ഇട്ട് കൊടുത്തേക്കെ, ഞാൻ കുളിച്ചിട്ട് മാറ്റട്ടെ. ആ ഉമ്മ. എന്താ വേണം പുതിയ ബാഗിന്റെ, നമുക്ക് ഇഷ്ടപ്പെട്ടു. 10ാം ക്ലാസ്സാ, 10ലെത്തി. നല്ലോണം പഠിച്ചോട്ടാ. നല്ല മാർക്ക് വാങ്ങാനും നല്ല അടിപൊളി ഗിഫ്റ്റ് വാങ്ങിത്തരും. എന്ത് ഗിഫ്റ്റ് ഉമ്മ വാങ്ങിത്തരാനി? ആദ്യം നല്ലോണം പഠിച്ചു വാങ്ങ്. എനിക്കെന്തെങ്കിലും ആഗ്രഹം ഉണ്ടാ? ആ എനിക്കൊരാഗ്രഹമുണ്ട്. ചെറിയൊരു ഡയമണ്ടിന്റെ മാല, അതിൽ ചെറിയൊരു ലോക്കറ്റ്. അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എൻ്റെ വലിയ ആഗ്രഹം. ഓക്കെ, അതന്നെ ആയിക്കോട്ടെ. നല്ലോണം പഠിക്കണം. എക്സാം റിസൾട്ട് ഇന്നല്ലേ, പേടിയാന്ന്. ഉമ്മ റിസൾട്ട് വരാനായില്ല, എനിക്ക് ടെൻഷനാണെന്ന്. നിങ്ങൾ തന്നെ നോക്കിയിട്ട് എനിക്ക് പറഞ്ഞു തന്നാൽ മതി.
ആ നീ ടെൻഷനൊന്നും അടിക്കല്ല, നോക്കട്ടെ. ആ വന്നിനില്ല. വിളിക്കുന്ന. ആ ഹലോ ഇക്ക. ആ റിസൾട്ട് വന്നിനില്ല. ആ ഇതാ വന്നു. എന്നാ റിസൾട്ട് എന്നാ? ഫുൾ മാർക്ക്. അൽഹംദുലില്ലാഹ്. ഫുൾ മാർക്ക് ആവോളെനിക്ക്. ഫുൾ മാർക്ക്. നീ ഹാപ്പി ന്യൂസ് ഉപ്പാനോട് പറ. ഞാൻ ഉപ്പാനെ വിളിക്കട്ടെ. ഹലോ ഉപ്പ, റിസൾട്ട് വന്ന് ഫുൾ മാർക്കാ. ആ റിസൾട്ട് വന്നാ ഫുൾ മാർക്കാ? മാഷാ അല്ലാഹ്. നാച്ചിക്ക നാളെയല്ലേ വരുന്നെന്ന് പറഞ്ഞേ? ആ നാച്ചിക്ക നാളെ തന്നെ വരുന്നു. എന്നോട് ചോദിച്ചിനി ജെസിക്ക് പാസ്സായിട്ട് എന്നാ വാങ്ങിക്കൊടുത്തേ. ഓള് ചെറിയൊരു ഡയമണ്ടിന്റെ മാലക്കേനും പറഞ്ഞേ. എന്നൊരു കുറി വരാനുണ്ട്, അത് കിട്ടിയിട്ട് വാങ്ങിത്തരാന്ന് ഓളോട് പറഞ്ഞിന്. ഞാൻ എന്നോട് ചോദിച്ചിനി വേറെന്തിനല്ല ഓൾക്ക് ആഗ്രഹം ഉള്ളേന്ന്. എന്നോട് ചോദിച്ചിനി നാച്ചിക്ക എന്നാ വേണ്ടേന്ന്. ഉമ്മ പറഞ്ഞിട്ടില്ല ഒന്നും പറയണ്ടാന്ന്, അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്തിനാ വെറുതെ ഓനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഓൻ എന്തായാലും എനിക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കൊണ്ടുവരാണ്ടിരിക്കൂല, പിന്നെ അത് പോരെ. ഹലോ നാച്ചി, ഇങ്ങനത്തെ നോക്ക് മാലയെല്ലാം വാങ്ങിട്ട് വന്നിനപ്പാ. ഞാൻ വാങ്ങൂ നിന്നോട് പറഞ്ഞല്ലേ. ഇതൊന്നും സാരില്ല, ഓൾ ആഗ്രഹമല്ല, നടക്കട്ടെ. കുറി വേഗം വന്നിട്ടില്ലെങ്കിലോ, അതുകൊണ്ട് വേഗം നീണ്ടു പോകണ്ടല്ലോ. നല്ല ഫോണാണല്ലോ ഇനി കൊണ്ടുവന്നേ, എനിക്കിഷ്ടായിട്ടാ. ആ എനിക്ക് സിമ്മ് മാറ്റി ഇടറാനാ. ആ അതിലിട്ടിട്ട് തന്നെ വിളിക്കുന്നു. ആദ്യം ഇന്നെ തന്നെ വിളിക്കുന്നു. എനിക്കൊരു ഫോൺ കിട്ടിയില്ലേ, ഈ ഫോൺ ഇനി എടുത്തോ. എനിക്കൊന്നും പാസ്സായിട്ട് വാങ്ങി തന്നിട്ടില്ലല്ലോ, നീ ഇതെടുത്തോ. ഫോണാ അനക്കാ? വാവ് അടിപൊളി. ജെസി എന്താ പെണ്ണ് മിണ്ടാത്തേ? ജെസി ഇന്നെത്ര നേരായി വിളിക്കുന്നേ, എന്നെ വിളിച്ചിട്ടെന്ന് കേക്കാത്തേ? എന്നുമ്മ ഞാൻ കേട്ടിട്ടില്ല. ആ ഫിലിമോ ഇല്ല, എന്ത് നല്ല ഫിലിമേനു. നീ ആ പച്ചക്കറി വന്നിട്ടൊന്ന് കട്ട് ചെയ്തെന്ന. ആ ഞാൻ വരാം. കഥ പറഞ്ഞിട്ട് അപ്പൊ പാടിത്താ. അടിക്കിപ്പ ഇത് ഞാനൊന്ന് കേട്ടോ, ഒരു മിനിറ്റ്. ഇപ്പൊ പോയാട്ടെ. ഇപ്പൊ വേണ്ട, പാടിട്ടില്ല, കട പാടില്ല. അങ്ങനെ ഇത് സുബൈത്താൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇതൊക്കെ കുഴിച്ചിട്ടാട്ടെ. ഇനിയത് കുഴിച്ചിടണേ, മറന്നു പറേ. ഞാൻ എന്തായാലും ഇവിടെ വെക്കുന്നുണ്ടേ. ആ അവിടെ വെച്ചേക്കുമ്പോ ഞാനത് കുഴിച്ചിട്ടോളൂ. ജെസി എന്നാ വിളിച്ചേ? എന്നോട് ഞാൻ ചെടി കുഴിച്ചിടാൻ പറഞ്ഞിട്ടില്ലേനാ. ഇനി എന്താ കുഴിച്ചിടാണ്ടെന്നേ? അത് വാടിപ്പോയില്ലേ? ഇനി എന്ത് പണി ചെയ്തേ? ഓ അത് മറന്നുപോയി. ഇപ്പൊ എന്റെ കളി കുറച്ച് കൂടുന്നുണ്ടേ. നല്ലൊരു ചെടിയല്ലേ അത്? ലൈല കരണ്ടും ഇല്ലല്ലോ, ബെല്ലടിച്ചിട്ടാണ് കേൾക്കുന്നില്ലല്ലോ. ലൈല എല്ലാ ജെസി എനിക്ക് അറിഞ്ഞ സുബൈത്ത് വിളിക്കുന്ന കേൾക്കുന്നില്ല. ആ സുബൈത്ത് ഞാൻ വരുന്നേ. എന്തൊരു കഥയായത്? എപ്പോ? ആ സുബൈത്ത, ആ ഞാൻ പോവാൻ നോക്കുന്നേനു. ജെസി ഇല്ലേടാ? ഓള് ഇവിടെ തന്നെ ഉണ്ട്, കേട്ടിട്ടില്ല ഓലും വിളിക്കുന്നേ. ഇതൊന്നും ചെടിയൊന്നും ഇങ്ങനെ ഉഷാറില്ലാത്തേ. ജെസിക്കെന്നാ പറ്റിയേ? ജെസിയല്ലേ എല്ലാം വെള്ളമൊഴിക്കും എല്ലാം ചെയ്യല്. ഇപ്പോൾ തീരെ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. നിങ്ങളിപ്പം പറയുമ്പോ ഞാനും ചെടി ശ്രദ്ധിക്കുന്നേ. ശരിയാ നിങ്ങള് പറഞ്ഞേ. അന്നോളെ പ്രശ്നം എന്താ? ഓക്കെന്നാ പറ്റിയേ? എന്ത് പറ്റാനി? 24 മണിക്കൂർ ഫോണിൽ തന്നെ. എന്തെങ്കിലും പറയുമ്പോ പറയൂ ചെയ്യാന്ന്, പിന്നെ ചെയ്യലുണ്ടാവൂല. ചിലപ്പോ ചെയ്യും. ഭക്ഷണം തിന്നാലായി, അല്ലെങ്കിൽ ഇല്ല. അങ്ങനത്തെ ഒന്നും ഒരു ചിന്തയില്ല. നീ ഫോണ് വാങ്ങി വെച്ചേ, ഇങ്ങനെ പോയാൽ ശരിയാവൂല. ജെസിക്ക് ഭയങ്കര മാറ്റം കാണുന്നുണ്ട്. ആരാ വിളിക്കുന്നത് എന്നാ പറയുന്നു? ഓളി ലോകത്തൊന്നുമില്ല, ഒരേ ഫോണിൽ തന്നെയുള്ള. ശരിയെന്നെ നിങ്ങള് പറഞ്ഞത്. ഇനി നമുക്ക് ഫോണിൽ. ഹലോ, ജെസിയുടെ ഉമ്മല്ലേ? അതെ ടീച്ചറെ, എന്തായിരുന്നു? 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടിയല്ലേ ജെസി?
ക്ലാസ് ടോപ്പർ അല്ലേ? ഇപ്പൊ എന്താ പറ്റിയ മോക്ക്? എന്ത് മിടുക്കിയ കുട്ടിയായിരുന്നു. ഇപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധയെല്ലാം കുറവാ. പഠനം വളരെ വേക്കോട്ടാ. എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ് ആയിട്ടുണ്ടോ? ഇല്ലല്ലോ ടീച്ചർ, ഞാൻ ഇനി മുതൽ ശ്രദ്ധിക്കാം. ഇത്രയും നല്ല കുട്ടി ഇങ്ങനെ അറിയല് നല്ല വിഷമമുണ്ട്. നിങ്ങളൊന്ന് നന്നായി ശ്രദ്ധിക്കണേ. ഓക്കെ ടീച്ചർ. എന്റെ ഫോൺ കണ്ടിനാ? ഞാൻ ചാർജിന് വെച്ചില്ലേനു. കാണുന്നില്ലല്ലോ. ആ ഞാൻ തന്നെ എടുത്തേ. ഞാൻ ഉപ്പാക്ക് കൊടുത്തിനി. ഇനി എന്റെ ഫോണിൽ കളിയെല്ലാം നിർത്തിക്കോ. ഉപ്പാന്റെ ഫോണ് തകരാറായിട്ട് ഉപ്പാക്ക് കൊടുത്തിനി. ഇനി എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട. എന്നോട് ചോദിക്കണ്ട. അങ്ങനെ എന്റെ ഫോൺ കൊടുക്കാൻ പാടില്ല. നമുക്ക് എന്റെ ഫോൺ വേണോ? നമുക്ക് എന്തായാലും ഫോൺ വേണം. എനിക്ക് ഇഷ്ടപ്പെട്ട ചെമ്മീൻ റോസ്റ്റ് ഏതാ? ചോറും ഉണ്ട്. തിരിഞ്ഞ് പോയിട്ട് പഠിക്കാൻ നോക്ക്. വേണ്ട, നിങ്ങളെ ചെമ്മീൻ ഫ്രൈ ഒന്നും നമുക്ക് വേണ്ട. എന്റെ ഫോൺ ഇട്ടാണ് ഞാൻ ഇന്നിടുന്ന് ഒന്നും കഴിക്കൂല. ഫോണില്ലാണ്ടൊക്കെ ഒന്നും വേണ്ട. ഹലോ ടീച്ചർ, ജെസ്സി പാകം മാറിപ്പോയി. ഇന്നലെ ഞാൻ ഫോണ് വാങ്ങിച്ച് വെച്ചിരുന്നു. ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല. പഠിക്കുന്നുമില്ല, ഫുഡ് കഴിക്കുന്നുമില്ല. ഇപ്പം ഇങ്ങനെയാണല്ലേ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം. എന്താ ചെയ്യാന് ടീച്ചർ? നിങ്ങൾ വിഷമിക്കല്ലുമ്മ. നമുക്കുള്ള വായിച്ചെടുക്കാനെല്ലാം പറ്റും. നമുക്ക് നല്ലൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം. അവളെ പഴയ പോലെ എന്തെങ്കിലും ആക്കി എടുക്കണം. നല്ല മിടുക്കി കുട്ടിയല്ലേനാ. നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട. നമ്മളൊക്കെ തന്നെ ജസീനെ മോശാക്കിയ. ഫുൾ മാർക്ക് വാങ്ങുമ്പോഴേക്കും ഫോൺ എന്തിനാ ഇനി കൊടുത്തേ? എന്തിനാ നല്ല കുട്ടീനെ ഇനി മോശാക്കിയേ? പറ്റിപ്പോയില്ലിക്ക. ഹലോ. ആ ഹലോ ടീച്ചർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഒരു പ്രശ്നവുമില്ല. അവൾക്ക് നല്ല ചേഞ്ച് ഉണ്ട്. നല്ല ഹാപ്പിയാണിപ്പോൾ. നല്ലൊരു കുട്ടിയായി മാറി ഇപ്പോൾ. ഞാൻ പേടിച്ചു പോയി പെട്ടെന്ന് ടീച്ചർ കോള് കണ്ടപ്പോൾ. ഇപ്പം ദേഷ്യവും വാശിയെല്ലാം കുറവാണ്. പഴയ പോലെ ആയി വരുന്നുണ്ടോള്. ഗ്രൂപ്പിലിട്ട നോട്ടീസ് നിങ്ങൾ കണ്ടായിരുന്നോ? എന്തായിരുന്നു ടീച്ചർ? കണ്ടില്ലല്ലോ. നോക്കണം. ഫോൺ അടിച്ചതിനെ കുറിച്ചിട്ട് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയിട്ട് ഒരു ബോധവൽക്കരണ ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രോഗ്രാമിൽ നിങ്ങളെ അനുഭവം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടി ഹെൽപ്ഫുൾ അല്ലേ? അതിനെന്താ ടീച്ചർ? ഒരു പ്രശ്നമില്ല, ഞാൻ വരാം. ഒരു കുട്ടിക്കും ജെസ്സിൻ്റെ അവസ്ഥ വേറൊരു. ആ ഓക്കെ, താങ്ക് യു.